نحمده ونصلي على رسوله الكريم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم കഴിഞ്ഞ ദിവസത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഭാഷാർത്ഥവും അതിൻ്റെ സാങ്കേതിക അർത്ഥവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനടുക്കൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അവസാനമായി ഒരു വിശാലമായ ഒരു ഹദീസിൽ ഏറ്റവും അനുയോജ്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശുദ്ധ ഖുർആനിനെ കൃത്യമായിട്ട് നമുക്ക് വരച്ചു കാണിക്കുന്നു. ഏതൊരു ലക്ഷ്യങ്ങൾക്ക് എന്താണ് ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ആ നീണ്ട ഹദീസിൽ പരിചയപ്പെടുത്തി തന്നു. ഇനി രണ്ടാമതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചത്, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടി ഒരു വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ഈ അവതരണത്തിന് പിന്നിൽ ധാരാളം ലക്ഷ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യങ്ങളെ വളരെ വ്യക്തവും സുവ്യക്തവുമായ നിലയിൽ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിത് പഠിക്കാനുള്ളത് ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാരണം നാം തഫ്സീറുൽ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നാം പഠിക്കാൻ പോകുന്ന വിഷയം അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും അതിൻ്റെതായ വ്യക്തമായ നിലയിൽ അതിനെ ഗ്രഹിക്കാനും അതിനോട് അടുക്കാനും അതിനെ പരിചയപ്പെടാനും സാധിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും ആ വിശുദ്ധ ഖുർആനിനെ നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഒരു വസ്തുവിനെക്കുറിച്ച് ഒരു വിഷയത്തിൽ നാം അവഗാഹം നേടണമെങ്കിൽ ആ വിഷയത്തിൻ്റെ കാതലായ ലക്ഷ്യങ്ങളെക്കുറിച്ചും ആ വിഷയത്തെ ഒരു നല്ല രീതിയിൽ പരിചയപ്പെട്ട് അതിനെ ഗ്രഹിക്കാൻ അടുത്തറിയാൻ സാധിക്കുമ്പോഴാണ് അതിന് വേണ്ട രീതിയിൽ അതിൻ്റെതായ കടമകളോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അല്ലാഹു ഈ വിശുദ്ധ ഖുർആനിനെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട്, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നല്ലതുപോലെ സമയമെടുത്ത് തുടക്കത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ വിശുദ്ധ ഖുർആനിനോട് നമുക്ക് കാണിക്കേണ്ട മര്യാദകൾ, ആ മര്യാദകളോടുകൂടി ആ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കുവാനും ആത്യന്തികമായി നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ ആ വിശുദ്ധ ഖുർആനിനെ വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുത്ത് അല്ലാഹുവിൻ്റെ ഉത്തമ ദാസന്മാരായി ഈ ലോകത്ത് ജീവിക്കുകയും പരലോകത്ത് അവൻ്റെ ഇഷ്ടദാസന്മാരായിട്ട് തന്നെ സ്വർഗീയ ആരാമങ്ങളിൽ നമുക്ക് വിഹരിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ
ഈ വിശുദ്ധ ഖുർആനിനെ നമുക്ക് അടുത്തറിയണം. അള്ളാഹു നമുക്ക് ആ ലക്ഷ്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും ആ ലക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹും അവൻ്റെ റസൂലും നമ്മളിൽ നിന്ന് ഏത് രീതിയിലുള്ള ജീവിതമാണോ ആഗ്രഹിക്കുന്നതിലുപരിയായ നിലയിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിലൊന്നാമത്തെ ലക്ഷ്യമായിട്ട് നാം മനസ്സിലാക്കാനുള്ളത്, നമ്മളുടെ ഈ ജീവിതത്തിൽ അതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സത്യമായ നേരായ പാതയിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരുവാനും നമുക്ക് സന്മാർഗം കാണിച്ചു തരുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതിനൊന്നാമത്തെ ലക്ഷ്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, 17-ാമത്തെ അധ്യായത്തിൽ 9-10 സൂക്തങ്ങളിൽ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം. തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നമുക്കിത് വഴി കാണിച്ചു നൽകുന്നു. ഏതാണോ അല്ലാഹു സുബ്ഹാനഹു തആല സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്, നാം നമ്മുടെ നമസ്കാരത്തിൽ 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനും ആ വഴിയെ കാണിച്ചു തരുവാനും ആ വഴി അനുധാവനം ചെയ്യുവാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുവാനും വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായതായ, വക്രതയില്ലാത്ത, ഗുരുജുവായ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശേഷം അല്ലാഹു പറയുന്നു, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ സൽക്രമങ്ങൾ പറഞ്ഞത് പ്രകാരം സൽക്രമങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് ഉയർന്ന പ്രതിഫലം ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു നൽകുവാനും അത് നൽകുന്നതിൽ കൂടി നേരായ പാതയെ കാണിച്ചു തരികയും ആ നേരായ പാതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് കിട്ടുന്ന പ്രതിഫലത്തെയും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇത് 17-ാമത്തെ അധ്യായത്തിൽ 9-10 ആയത്തുകളിൽ നമുക്ക് കാണാം. നിങ്ങളുടെ കൈകളിൽ ഖുർആനിൻ്റെ അർത്ഥം, പരിഭാഷ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകളുടെ നമ്പറാണ് നമ്മൾ സാധാരണ പറയുക. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഇല്ലാത്തവർ ആ നിലയിൽ ശരിക്ക് നമ്മുടെ കയ്യിൽ തന്നെ അതിൻ്റെ പരിഭാഷ ഉണ്ടായിരിക്കൽ വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇനി ഇല്ലാത്തവർക്ക് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറയുന്ന ആയത്ത് നിങ്ങൾക്ക് അവിടെ നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം. എങ്കിലേ നമുക്ക് വേണ്ട രീതിയിൽ ഓർമ്മ വെക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രമാണവും, അവൻ്റെ തൗഹീദിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു പ്രമാണവും, അതുപോലെ തന്നെ ഇരുൾ മുറ്റി നിൽക്കുന്ന, ഇരുൾ അടഞ്ഞ ജീവിതത്തിലെ ഒരു പ്രകാശവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, അൻ-നിസ എന്ന സൂറത്തിലെ 174-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, മുഴുവൻ ജനങ്ങളെയും, വിശ്വാസികളെയും അതല്ലാത്ത മുഴുവൻ ജനങ്ങളെയും വിളിച്ചു പറഞ്ഞു, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായൊരു പ്രമാണ രേഖ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവൻ്റെ തൗഹീദിൻ്റെ മേൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ബഹുദൈവ വിശ്വാസികളുണ്ട്. ആ ബഹുദൈവ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രമാണരേഖയായി അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള ഒരു പ്രമാണരേഖയെന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ നമുക്ക് അവതരിച്ചത്. കാരണം നമ്മുടെ അമലുകളിൽ ഏറ്റവും ആദ്യം നമുക്ക് ശരിയാക്കേണ്ടത് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും
നാം ഒഴിവാക്കിക്കൊണ്ട് ഏകനായ അള്ളാഹുവിലേക്ക് മാത്രം നമ്മളുടെ ആരാധനകൾ അർപ്പിക്കണം. അമലുകളിൽ അടിസ്ഥാനം ഈമാനാണ്. വിശ്വാസമില്ലെങ്കിൽ എല്ലാം ഉണ്ടായാലും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ തൗഹീദിലേക്ക് നമുക്കറിയിച്ചു തരുന്ന, നമ്മെ മാടി വിളിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു പ്രമാണരേഖയാണ് വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തത്, നേർമാർഗവും അധാർമികവുമായ ഈ ലോകത്ത് ഇരുൾ മുറ്റിയ ഒരു ജീവിതത്തിൽ, ഒരു മരുഭൂമിയിൽ കൂരി നടന്നു പോകുമ്പോൾ കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു ചെറിയ വഴിവിളക്ക് നമുക്ക് വലിയൊരു പ്രയോജനം നൽകുന്നത് പോലെ വഅൻസൽന ഇലൈക്കും നൂറൻ മുബീന, വളരെ വ്യക്തമായൊരു പ്രകാശമാണ്. ആ അള്ളാഹുനെ കാണിച്ചു തന്ന ആ നേർമാർഗമുണ്ടല്ലോ, അതിലേക്ക് നാം കൊണ്ടുപോകുമ്പോൾ തെറ്റിപ്പോകാതെ, കാലിടറിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഒരു വ്യക്തമായ പ്രകാശമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ലക്ഷ്യം, നമ്മളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത്, നമ്മൾ ആ പ്രശ്നങ്ങൾ ബാധിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നപരിഹാരം നമുക്ക് കാണിച്ചു തരുവാനും മനസ്സിലാക്കി തരുവാനും വേണ്ടിയാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിനെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. സൂറ നിസാ, നേരത്തെ പറഞ്ഞ സൂറ നിസായിലെ 105-ാമത്തെ അധ്യായം 105-ാമത്തെ സൂക്തം ആയത്ത് അല്ലാഹു പറയും, ഇന്ന അൻസൽനാഹു ഇലൈക്കൽ കിതാബ്, തീർച്ചയായിട്ടും പ്രവാചകനെ നാം ഇതാ നിനക്ക് ഈ വിശുദ്ധ കിതാബിനെ ബിൽ ഹഖ്, സത്യസന്ധമായ നിലയിൽ നിനക്കിത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാ? ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്, അല്ലാഹു പ്രശ്നങ്ങളിൽ നിനക്ക് കാണിച്ചു തന്ന നേർമാർഗം, പരിഹാരമാർഗമുണ്ടല്ലോ, ആ പരിഹാര മാർഗം വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു അറിയിച്ചു തന്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലിതഹ്കുമ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ വിധി പറയുവാൻ വേണ്ടി ആണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞതനുസരിച്ച്, അതായത് ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും അനുസരിച്ചുകൊണ്ട് നമ്മൾ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പാടില്ല. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പാടില്ല. അതേ മറ്റൊരായത്തിൽ സൂറ മാഇദയിൽ 49-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, വഇനഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു ഇലൈഹി, അള്ളാഹു ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നീ വിധിക്കണം. വലാ തത്തബി അഹ്വാഅഹും, നിന്റെ ഇച്ഛകൾ, അവരുടെ ഇച്ഛകളനുസരിച്ച് ഒരിക്കലും വിധിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഖുർആൻ അതുപോലെ ചെയ്യണം, നമുക്ക് അങ്ങനെ അനുസരിച്ച് ചെയ്യാം, ഈ പ്രശ്നങ്ങൾ നമ്മൾ ആ രീതിയിൽ പരിഹരിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അള്ളാഹു പറയുന്നു, ഈ ഇച്ഛകളെ നിങ്ങൾ ഒരിക്കലും വലാ തത്തബി അഹ്വാഅഹും, മറിച്ച് വഅനിഹ്കും ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ അള്ളാഹു ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ വിധി കാണേണ്ടത് എന്ന് പറയുന്നു. നാലാമത്തെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഗുണപാഠം സിദ്ധിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറുൽ അൽബാബ്. സൂറ സ്വാദ് 29-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, സൂറ സ്വാദ് 29-ാമത്തെ ആയത്തിൽ, കിതാബുൻ അൻസൽനാഹു ഇലൈക അനുഗ്രഹീതമായ നിലയിൽ, ബർക്കത്തുള്ളതായ നിലയിലാണ് വിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. എന്തിനാ? ലിയദ്ദബ്ബറു ആയാതി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുകയും വലിയതദക്കറുൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാർ ഗുണപാഠം ശ്രദ്ധിക്കുവാനും, ഇതുപോലുള്ള ഹിദായത്ത് കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തി അങ്ങനെ നല്ലതിനെ നല്ലതായി മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അള്ളാഹു ഭൂമിയിലും അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളിൽ അവൻ രഹസ്യമായി നിഗൂഢമായി വെച്ചിട്ടുള്ള രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് മറ്റൊരായത്തിൽ പറയുന്നു, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ, ചിന്തിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ധാരാളം പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയുന്നു. ഓരോ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ കാര്യം കൂടി ചേർത്ത് പറയുന്നു.
അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, അതിലെല്ലാം തന്നെ ഒരു ശമനമെന്ന നിലയിലാണ് അവിശ്വാസം എന്ന രോഗത്തിൻ്റെ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ദുഃഖമെന്ന രോഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രശ്നപരിഹാരമെന്ന നിലയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അതാണ് പറയുന്നത്, വനനസ്സിലു മിനൽ ഖുർആനി ഷിഫാഹു വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറ ബനി ഇസ്രായീൽ 17-ാമത്തെ അധ്യായം 82-ാമത്തെ സൂക്തത്തിൽ വനനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ, ഖുർആനിൽ നിന്ന് മാ ഹുവ ഷിഫാഉൻ, ഏറ്റവും ശമനമെന്ന നിലയിലും വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമെന്ന നിലയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഈ ലക്ഷ്യങ്ങൾ നമ്മൾ ഇത് ധാരാളമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു. അത് ജീവിതത്തിൽ പകർത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും.